നമസ്കാരം. എത്രമാത്രം നവീകരിച്ചാലും പണി തീരാത്ത ഒരു സെക്രട്ടേറിയറ്റ്, അതാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ്. പറഞ്ഞു വന്നത് അവസാനമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ധൂർത്തിനെ കുറിച്ച്. കാര്യം സർക്കാർ അനാവശ്യ കാര്യങ്ങൾ കൊണ്ട് വരുത്തി വെച്ചതാണെങ്കിൽ പോലും കേരളം ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നത് ഒരു വാസ്തവമാണ്. അതുപോലും കണക്കിലെടുക്കാതെ സർക്കാർ ഇപ്പോഴും ധൂർത്തു തുടരുന്നു എന്നതാണ് ദയനീയ അവസ്ഥ. നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 3000 കോടി രൂപയുടെ കടത്തിന്റെ ബലത്തിലാണ് കേരള സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പോലും. ആ കടമെടുത്ത തുക സർക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുന്നതിന് പകരം സർക്കാരിന്റെ അനാവശ്യ ചെലവുകൾക്ക് വേണ്ടി വീണ്ടും വിനിയോഗിക്കുകയാണ് എന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. അതായത് സെക്രട്ടേറിയറ്റിലെ വരാന്ത വൈദ്യുതീകരിക്കാനും AC സ്ഥാപിക്കാനും വേണ്ടി ഇപ്പോൾ 4.77 ലക്ഷം രൂപ ചെലവിട്ടിരിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു. വൈദ്യുതീകരണത്തിന് വേണ്ടി 2.69 ലക്ഷവും AC സ്ഥാപിക്കാൻ വേണ്ടി 2.08 ലക്ഷവുമാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവിട്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിന്റെ വരാന്തയുടെ വലതുവശത്ത് പൊതുഭരണ വകുപ്പിന് അനുവദിച്ചിരിക്കുന്ന മുറി 4.77 ലക്ഷത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിക്ക് ഒരു വീട് നിർമ്മിക്കാൻ 4 ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ നൽകുന്നത് എന്നതാണ് ഇവിടെ ഓർക്കേണ്ടത്. ഒരു വീട് പൂർണ്ണമായി നിർമ്മിക്കാൻ 4 ലക്ഷം നൽകുന്ന സർക്കാർ ഒരു മുറിക്ക് വേണ്ടി 4.77 ലക്ഷം രൂപ ചെലവാക്കുന്നു എന്നതാണ് വിരോധാഭാസം. വൈദ്യുതീകരണ പ്രവർത്തികൾ പൂർത്തിയാകുന്നതിനെ തുടർന്ന് കരാറുകാരനായ K രഘുനാഥിന് 2.69 ലക്ഷം അനുവദിച്ച് ഈ മാസം 21-ന് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും പിണറായി സർക്കാരിന്റെ ധൂർത്തിന്റെ കാര്യത്തിൽ ബാധകമല്ല എന്ന് ചുരുക്കം. ഇത്രയെല്ലാം ധൂർത്തിന് പണം കണ്ടെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി KN ബാലഗോപാലും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലോ പെൻഷൻകാർക്ക് പെൻഷൻ നൽകുന്ന കാര്യത്തിലോ പണം കണ്ടെത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് മെച്ചം. പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് അടുത്ത മാസവും ശമ്പളം മുടങ്ങാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതും പോരാഞ്ഞ് 2 കോടി മുടക്കി ആർക്കും വേണ്ടാത്തൊരു പരിപാടി നടത്തുകയാണ് ലോക കേരള സഭ. ലോക കേരള സഭയുടെ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടത് സർക്കാർ. ആഗോള പ്രവാസികളുടെ ഉത്സവം എന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്ന ലോക കേരള സഭയുടെ 4ാമത് സമ്മേളനമാണ് അടുത്ത മാസം 13 മുതൽ 15 വരെ തലസ്ഥാനത്ത് നടത്താൻ പോകുന്നത്. നിയമസഭയിലെ ശങ്കര നാരായണൻ തമ്പി ഹാളിൽ ആണ് ഇവർ വേദിയായി ഇതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. പ്രവാസി ക്ഷേമം എന്ന് പറഞ്ഞ് ലോക കേരള സഭയുടെ കഴിഞ്ഞ 3 സമ്മേളനങ്ങൾ കൊണ്ട് പ്രവാസികൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായി എന്നതിൽ വാദപ്രതിവാദങ്ങൾ മുറുകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ 4ാമത് ലോക കേരള സഭ നടത്താൻ പോകുന്നത്. രാഷ്ട്രീയവൽക്കരണം കാരണം ലോക കേരള സഭയുടെ സാംഗത്യം നഷ്ടപ്പെട്ടുവെന്നും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങൾ പോലും അജ്ഞാതമായെന്നും ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ പ്രവാസികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമിട്ടിട്ടാണ് നിരവധി പദ്ധതികൾ ഇതുവഴി നടപ്പിലാക്കുന്നതെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. പക്ഷേ ഇതുകൊണ്ട് യാതൊരു ഉപകാരവും ഒരാൾക്കും കിട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം.